ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സും മത്സ്യമാർക്കറ്റും നോക്കുകുത്തി. ഒരു ആക്രിക്കടയും സൈക്കിൾ റിപ്പയറിംഗ് കടയും മാത്രമാണ് കെട്ടിടത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും മീൻ വിൽപ്പന നടക്കുന്നതാകട്ടെ റോഡരികിൽ. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടടുത്തായാണ് മഞ്ചേശ്വരം പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും സ്ഥിതി ചെയ്യുന്നത്. ഈ കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് 20 വർഷം പിന്നിട്ടുവെങ്കിലും നാളിതുവരെയായി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആക്ഷേപം. ഒരു ആക്രിക്കടയും സൈക്കിൾ റിപ്പയറിംഗ് കടയും മാത്രമാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിലെ 5ലധികം മുറികൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. മത്സ്യവില്പനയ്ക്കായി കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് പ്രത്യേകമായ സൗകര്യം സജ്ജീകരിച്ചിരുന്നത്. എന്നാൽ ഇതിലാണിപ്പോൾ ആക്രിക്കട പ്രവർത്തിക്കുന്നത്. പകരം മത്സ്യവില്പന നടക്കുന്നതാകട്ടെ പഴയപടി റോഡരികിലും. മാറി മാറി വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ ഒന്നും തന്നെ പ്രശ്നത്തെ ഗൗരവമായി ഇടപെട്ടിട്ടില്ലെന്നാണ് ആരോപണം. മഞ്ചേശ്വര മീൻ മാർക്കറ്റിലാണ് മീൻ വ്യാപാരം നടത്തേണ്ടത്. പക്ഷേ മഞ്ചേശ്വര പഞ്ചായത്ത് നികുതിയാക്കിയിട്ടുള്ള സ്ഥലത്തിലല്ല ഇപ്പോൾ മീൻ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. മീൻ മാർക്കറ്റ് ഇപ്പോൾ റോഡ് സൈഡിലാണ്, മഞ്ചേശ്വര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡ് സൈഡിലാണ് മീൻ വ്യാപാരം എല്ലാം നടക്കുന്നത്. ഇതിന് പഞ്ചായത്ത് നികുതി പഠിച്ച അങ്ങനത്തെ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൽ തന്നെ മീൻ മാർക്കറ്റിലേക്ക് നികുതി പഠിച്ച സ്ഥലത്തിൽ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ആഗ്രഹമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുറ്റുമുറ്റ് നമുക്കെല്ലാം അറിയാം, കച്ചറ കൊണ്ട് നാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുന്ന അങ്ങനത്തെ ജനങ്ങൾക്ക് ആവശ്യങ്ങൾ ഈടേരിക്കാൻ വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വരുന്ന ജനങ്ങൾക്ക് വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ല. എല്ലാ മീൻ മാർക്കറ്റും മീൻ വ്യാപാരവും നടക്കുന്നത് റോഡ് സൈഡിലായതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തും ബ്ലോക്കും രണ്ടാളും ഒന്നിച്ചിട്ട് ആ മീൻ മാർക്കറ്റിനെ മീൻ മാർക്കറ്റായി നിലനിർത്തണം. ഇപ്പോൾ നടക്കുന്ന അങ്ങനത്തെ അതിൽ എല്ലാ കച്ചവടങ്ങളും പഞ്ചായത്തിൻ്റെ അനുമതി ഇല്ലാതെ നടക്കുന്നുണ്ട്. ആ കച്ചവടത്തിന് എല്ലാത്തിനും തടയുണ്ടാക്കണം, മീൻ മാർക്കറ്റായി പ്രവർത്തിക്കാൻ ആ ബിൽഡിങ്ങിനെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പരമായിട്ട് ആഗ്രഹിക്കുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ശുചിമുറികൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇവയെല്ലാം വൃത്തിഹീനമായി കിടക്കുകയാണ്. മാത്രമല്ല പരിസരം മാലിന്യ കൂമ്പാരമായും മാറിയിട്ടുണ്ട്. സദാസമയവുമുള്ള റോഡരികിലെ മത്സ്യവില്പന കാരണം ഗതാഗത തടസ്സങ്ങളും പതിവാകുന്നു. പൊതുജനങ്ങൾക്ക് ഇങ്ങനെ പലതരത്തിലുള്ള അസൗകര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ നിലവിലുള്ള പുതിയ ഭരണസമിതിയെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സും മത്സ്യമാർക്കറ്റും വീണ്ടെടുത്ത് ശരിയായ രീതിയിൽ പ്രവർത്തനയോഗ്യമാക്കണമെന്നാണ് വ്യാപാരികളും യാത്രക്കാരും പൊതുജനങ്ങളുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.